ദുബായിലെ 90% ആൾക്കാരും അപ്ലൈ ചെയ്തിട്ട് അപ്രൂവ് ആയ UAE കോണ്ടന്റ് ക്രിയേറ്റർ ലൈസൻസ് എനിക്ക് റിജക്ട് ആയി. അതും ഒരു തവണയല്ല 2 തവണ. ഷെടാ ഞാനിവിടെ അതിനൊന്നും ചെയ്തിട്ടില്ലെന്നേ. എന്റെ മുഖം കണ്ടാ തോന്നുമെങ്കിലും ശരിക്കും ഞാൻ ഒരു പ്രശ്നക്കാരിയല്ല. 1.5 മാസം മുമ്പാണ് ഈ ഒരു ലൈസൻസിന് വേണ്ടി ഒരു കൺസൾട്ടൻസിയുടെ ഹെൽപ്പോടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അത് റിജക്റ്റഡ് ആയി എന്നറിഞ്ഞപ്പോ ആദ്യം ഞാനത് ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് വിചാരിച്ച് 1 മന്ത് കഴിഞ്ഞ് വീണ്ടും അപ്ലൈ ചെയ്തു. അപ്പോഴും റിജക്റ്റഡ്. ജസ്റ്റ് ഇനീഷ്യലി റിജക്റ്റഡ്. ഇതല്ലാതെ റീസൺ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. കൺസൾട്ടൻസി പേഴ്സൺ എന്നോട് പറഞ്ഞത് CID നിന്നുള്ള റിജക്ഷൻ ആണ്. CIDയുടെ ഫുൾ ഫോം എന്നാണെന്നറിയോ? ക്രിമിനൽ ഇൻവെസ്റ്റിഗേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇത് കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയായിപ്പോയി. എനിക്ക് ഈ ലൈസൻസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഈ റിജക്ട് ആയതിന്റെ റീസൺ അറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ അൽഗുബൈബയിലുള്ള CID ഓഫീസിൽ പോയി. ഈ ഒരു ഇഷ്യൂ ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ഒരു ലൈസൻസിന് വേണ്ടി നമുക്ക് CIDന്ന് റിജക്ഷൻ വരില്ല. ഞാൻ എന്തെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്റെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ CID ഓഫീസിൽ വരേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു കാര്യം ഞാൻ അപ്പൊ തന്നെ ആ കൺസൾട്ടൻസി പേഴ്സണെ അറിയിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് എന്തായാലും ഇത് കേട്ടപ്പോൾ ടെൻഷനായി. നോർമലി ഒരു മനുഷ്യന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് CIDന്ന് റിജക്ഷൻ ഒക്കെ വന്നെന്നൊക്കെ കേൾക്കുമ്പോൾ ടെൻഷനാവും. അതും വേറൊരു രാജ്യത്ത്. ഇവിടെയല്ല, സിറയിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യാൻ അവിടുത്തെ ഒരു ഓഫീസർ പറഞ്ഞു. സിറ ഫുൾ ഫോം സെക്യൂരിറ്റി ഇൻഡസ്ട്രി റെഗുലേറ്ററി ഏജൻസി. നമ്മൾ ഈ പബ്ലിക് ആയിട്ടൊക്കെ അല്ലേ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് റെഫർ ചെയ്തതെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ പോയി ചെക്ക് ചെയ്തു, അവർക്കും ഈ ഒരു റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നനഞ്ഞല്ലേ കുളിച്ചു കയറിയേക്കാന്ന് വിചാരിച്ച് ഞാൻ DEDയിലും കൂടെ പോയി ചെക്ക് ചെയ്തു. DED എന്ന് വെച്ചാൽ ദുബായ് എക്കണോമിക് ഡെവലപ്മെന്റ്. നമ്മൾ ഈ കൊടുക്കുന്ന ലൈസൻസ് ഒക്കെ ഇഷ്യൂ ആക്കുന്നത് ഇവിടുന്നാണ്. ഫൈനലി ഞാൻ അവിടെയുള്ള ഒരു അറബിയോട് സംസാരിച്ചു. എനിക്ക് ഈ ഡിസ്കഷനിൽ മനസ്സിലായ ഒരു കാര്യം, നമുക്ക് റിജക്ഷൻ വന്നിരിക്കുന്നത് ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിൽ നിന്നാണ്. ഒരു പേഴ്സൺ അല്ല ഇത് റിജക്ട് ആക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ റീസൺ മെൻഷൻ ചെയ്യാത്തത്. ഞാൻ എന്റെ വീഡിയോയുടെ പാറ്റേൺ അവരോട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് ഈ ലൈസൻസിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഇതുവരെ പെയ്ഡ് കൊളാബോ ബാറ്റർ കൊളാബോ ഒന്നും ചെയ്തിട്ടില്ല. ഇതെനിക്കറിയായിരുന്നു. എന്നിട്ടും ഞാൻ ഇത് അപ്ലൈ ചെയ്തത് ഫ്യൂച്ചറിൽ എനിക്ക് എന്തെങ്കിലും കൊളാബ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഈ ലൈസൻസ് ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ, അതിനുവേണ്ടി മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ലൈസൻസ് റിജക്ട് ആയവരോടാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് കിട്ടാതിരിക്കില്ല. സോ റിജക്ട് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യാതെ മിനിമം 2 മന്ത്സ് ഗ്യാപ്പിലെങ്കിലും അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ലൈസൻസ് അപ്രൂവ് ആയി കിട്ടും എന്നും കൂടി ആള് പറഞ്ഞു. അപ്പൊ പ്രതീക്ഷിക്കാൻ വകയുണ്ട്. CID, DED, സിറ ഇതൊക്കെ എന്തൊക്കെയാന്ന് ഇന്ന് മനസ്സിലായില്ലേ? ഭാഗ്യം ചെന്ന ഫോളോസ് ആട്ടോ നിങ്ങൾ. എന്തൊക്കെയായി പഠിക്കുന്നത്. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. ബൈ ബൈ.